ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രാധാമണീസ് വേൾഡ്. ഫസ്റ്റ് പിക്ചർ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണുന്ന പിക്ചറാണ്. നേരിട്ട് കാണാം അത് അവിടെ നിന്ന്. അപ്പോൾ ഇത് കാണാൻ പോവാണ്. ഇത് കാനഡയിലെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ സെൻറ്ററും ഒബ്സർവേഷൻ സെൻറ്ററും കൂടിയാണ്. ഇതിൽ 17ഓളം TV ചാനൽസ് പ്രവർത്തിക്കുന്നു. 500ഓളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുറേ സൗകര്യങ്ങൾ, റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എലിവേറ്റർ. നമുക്ക് അതിൽ കയറാം. ആ എലിവേറ്റർ ലിഫ്റ്റിൽ കയറുമ്പോൾ ഉള്ള അനുഭവം എന്ന് വെച്ചാൽ പുറമേ വലിയ വലിയ ബിൽഡിങ്സ് കാണാം. അതിൽ നിന്നൊക്കെ നമ്മൾ പൊങ്ങി പൊങ്ങി പോകുമ്പോൾ തന്നെ എന്തോ വയറ് കാളുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ ചെവിയൊക്കെ അടഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉള്ള ഫീലും കൂടി തോന്നും. അതിൽ ചെവി അടയുന്ന പോലെയൊക്കെ തോന്നും. അത് ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി. ഈ സെൻറ്ററിൽ കൂടെയാണ് ലിഫ്റ്റ് കേട്ടോ, അതുകൊണ്ട് ഫുൾ കാണുന്നത് ഒരു സൈഡ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നത് ഇവിടുത്തെ ലേക്കാണ്, ഒണ്ടേറിയോ ലേക്ക്. ഒണ്ടേറിയോ സ്റ്റേറ്റിലാണ്, പ്രോവിൻസിലാണ് നമ്മൾ. അതുകൊണ്ട് ഒണ്ടേറിയോ ലേക്ക് ഈ സൈഡിൽ നിന്ന് കാണാം. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴാണ് എത്തിയത്. അപ്പോൾ സൺസെറ്റിനോടടുത്ത്, അപ്പോൾ സൺസെറ്റ് ആവാറായി. അതുകൊണ്ട് പകലും ഈ ഭാഗങ്ങളൊക്കെ കണ്ടു. സൺസെറ്റ് കാണാം. പിന്നെ രാത്രിയായിട്ടും കാണാൻ പറ്റി. വലിയ വലിയ ബിൽഡിങ്സാണ് കാണുന്നത്. ഇയർലി മില്യൺസ് ഓഫ് പീപ്പിൾ ഇവിടെയും വിസിറ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഇത് പിന്നെ നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ ഇങ്ങനെയാണ്. ടോപ്പിൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം ഇങ്ങനെ തലകുത്തിയായിട്ടുള്ള അവിടെ മിറർ തന്നെ വെച്ചേക്കുന്നുണ്ട്, അങ്ങനെ കാണാം. പിന്നെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കാണാനായിട്ട് ആ റൗണ്ട് ഷേപ്പാണല്ലോ, ആ റൗണ്ട് ഷേപ്പിൻ്റെ ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. ചുറ്റും നടന്ന് അതിൻ്റെ പിക്ചർ എടുത്തതാണത്. ഇത് സൺസെറ്റ് ആവുന്ന ആ സമയത്ത്, തൊട്ട് മുമ്പാണ് എടുത്തത്. ഇവിടെ രാത്രി 9 മണിക്കൊക്കെയാണ് സൺസെറ്റ്. അപ്പോൾ 9:15 ആകുമ്പോഴാണ് ഇരുട്ടാവുള്ളൂ. വിൻ്റർ സീസണിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം 7-7.5 മണിക്കൂർ മാത്രമേ രാത്രിയുള്ളൂ. വിൻ്റർ സീസണിലാണെങ്കിൽ 7.5 മണിക്കൂർ പകൽ, അങ്ങനെയൊക്കെയാണ്. 7.5-8 മണിക്കൂർ മാത്രം പകലുണ്ടാവുള്ളൂ കുറേ കാലം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ് ആളുകൾക്ക്. ഓഫീസൊക്കെ കഴിഞ്ഞാലും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. വല്ല പാർക്കിലോ അങ്ങനെയൊക്കെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോയിരിക്കാം. അധികം പേരും സ്വന്തം വണ്ടി എടുത്തിട്ട് അങ്ങനെ കുറച്ച് ദൂരം എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. എല്ലാവരും ഇതുപോലത്തെ ബിൽഡിങ്ങിലൊക്കെ അല്ലേ താമസിക്കുന്നത്. ഒന്ന് മുറ്റത്തിറങ്ങാൻ പോലും പറ്റില്ല. കുറേ പേർക്ക് വീടുകളുണ്ട്, പക്ഷെ അതും കുറച്ച് പേർക്കുള്ളൂ. ഫ്ലാറ്റുകൾ തന്നെയാണ്, അപ്പാർട്ട്മെൻറ്റ്സും അതൊക്കെ തന്നെയാണ് അധികം പേർക്കും. അത് ഈ ബിൽഡിങ്സ് കണ്ടാലറിയാം. അപ്പോൾ പിന്നെ ആളുകൾക്കൊന്ന് പുറത്തിറങ്ങാനുള്ളൊരു സമയമാണ്, പുറത്തിറങ്ങാൻ ഉള്ളൊരു സൗകര്യം അത് നോക്കിയിട്ടാണ് എല്ലാവരും ഒന്ന് ഈ മരങ്ങളുടെ ഇടയിലും പാർക്കുകളിലും അങ്ങനത്തെ നാച്ചുറൽ ബ്യൂട്ടിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകും. അപ്പോൾ സൺസെറ്റോട് അനുബന്ധിച്ചുള്ള ആ വ്യൂ ആണ് വരുന്നത്. നമുക്ക് കുറേ ദൂരം ഇങ്ങനെ കാണാം. അവിടെ നിന്ന് ഫുൾ ഗ്ലാസ് ഇട്ടേക്കാണ് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ആ ഭാഗത്ത് ചുറ്റും ഹൈ ഇതായിട്ട് ശരിക്കും ഒരു ഫ്ലോർ ഫുള്ള് താഴെ മുതൽ മുകളിൽ വരെ ഗ്ലാസ് ഇട്ടിട്ടാണ്, നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് ഇട്ടിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഫുൾ ഗ്ലാസ്സാണ്. അപ്പോൾ കാണാൻ നല്ല സൗകര്യമാണ്. എന്നാലും എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. താഴേക്ക് നോക്കിയാൽ അടിവരെ കാണുന്ന രീതിയിൽ ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ നമുക്ക് ചവിട്ടി നിൽക്കാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ തിരക്കായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ കുറേ അവിടെ അതൊന്നും കാണുന്ന ഈ CN ടവർ കാണുന്ന രീതിയിലുള്ള കുറേ ഭംഗിയുള്ള പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. രാത്രിയിലുള്ള ഭംഗിയാണ് ഈ കാണുന്നത്. ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാ ബിൽഡിങ്ങിലെ ലൈറ്റുകളും ഇതൊക്കെ. പിന്നെ ഈ റൗണ്ട് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഭീമാകാര ബിൽഡിംഗ് തന്നെയാണ്. അത് റോജേഴ്സ് സെൻ്ററാണ്. അത് വലിയൊരു സ്റ്റേഡിയമാണ്. അത് ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും. ഓപ്പണും ആയിട്ട് ഷട്ടായിട്ട് അങ്ങനെ കാണിക്കും. അതിൻ്റെ ആ മുകളിലെ മുകൾ ഭാഗം 2 ഭാഗത്തേക്കും അങ്ങനെ തുറന്നു പോകും. പിന്നെ അത് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, കുറച്ച് നേരം തുറന്നിങ്ങനെ വെക്കും, പിന്നെ വീണ്ടും അത് ഷട്ടാവും. അങ്ങനെ അടിപൊളി സൈറ്റാണ്.
ഇക്കാണുന്നത് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇങ്ങനെ കുറേ പിക്ചേഴ്സ് കാണാം. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടിവരെ കാണുകയും ചെയ്യാം. ഗ്ലാസ് ടോപ്പാണ് അവിടെ നിൽക്കണ ഭാഗം. ഞങ്ങൾ എലിവേറ്ററിൽ കയറി വീണ്ടും തിരിച്ചു ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാം വലുതായി വലുതായി കാണുന്നു. താഴെത്തി. ഇവിടെ വലിയ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. ഗിഫ്റ്റുകളൊക്കെ വാങ്ങണമെങ്കിൽ റെയിൽവേ ജംഗ്ഷനും ഉണ്ട്. പിന്നെ റിപ്ലീസ് അക്വേറിയം ഇവിടെയാണ്. പിന്നെ റെയിൽവേ മ്യൂസിയം ഒക്കെ ഇവിടെ തൊട്ടാണ്. അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണണേ.